നമസ്കാരം. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിട്ട് 2-3 മാസങ്ങളെ ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരത്തിനടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഈ കാണുന്നത് ഒരു വീടാണ്. ഈ വീട്ടിൽ ഒരു മനുഷ്യൻ താമസിക്കുന്നുണ്ട്. ആളുണ്ടോ? എന്താ? ഒന്നിങ്ങോട്ട് വരാമോ? ഓ, അത് ഇറങ്ങുന്നുണ്ട്. അതിരുന്നോട്ടെ. പിന്നെ എന്താ പേര്? പേര് ഗോപാലൻ. ഗോപാലൻ. മണിയെന്നും പേരുണ്ട്. എങ്ങനെ ഇവിടെ താമസിച്ചു തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇവിടെ 5-6 വർഷമായി. ഇത് ഞങ്ങൾ താമസിച്ച സ്ഥലം എന്താ ഇവിടെ തന്നെ ഉണ്ട്. ആ കാണുന്ന സ്ഥലത്ത് അതൊക്കെ വിറ്റു. എത്ര വയസ്സുണ്ട് ഇപ്പോൾ? വയസ്സ് 80-നകത്തായി. 80-നകത്തായി. എന്താ ജോലിക്ക് പോകുന്നുണ്ടോ എപ്പോഴും? പിന്നെ പണി ചെയ്യാതെ ഏത് രാജ്യത്ത് ജീവിക്കാൻ പറ്റൂ? ഒരു ടൈം മനുഷ്യ ജീവിക്കോ ഒരു രാജ്യത്തിനും പറ്റൂല. ഒരാണിനും പറ്റില്ല, ഒരു പെണ്ണിനും പറ്റില്ല. എന്ത് ചെയ്താലും ജോലി ചെയ്യാവും. എന്ത് പണിക്കാണ് പോകുന്നത്? ഞാൻ ഇപ്പോൾ ഇവിടെ മാട്ടിപ്പണി ചെയ്യും. ഞാൻ എന്തെങ്കിലുമൊക്കെ അറിയണ പണി ചെയ്യും, അല്ലാതെ പ്രത്യേകിച്ചൊന്നും പണി ആയിട്ട്. എന്നാൽ ആ പൈസ കൊണ്ട് ഒരു ചെറിയ വാടക വീടെടുത്ത് അങ്ങോട്ട് മാറിക്കൂടെ? ഇവിടുത്തെ പണിയൊന്നും അങ്ങനെ ഗ്യാരണ്ടി ഉള്ളതല്ല. എന്നും പണിയില്ലല്ലേ? എന്നും പണിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ എന്ത് ചെയ്യും? അസുഖം ഇതിപ്പം ഞാൻ അന്യതെന്ന് വിചാരിക്കുന്നില്ല, ആരും അന്യതാണെന്ന് വിചാരിക്കില്ല. അതല്ലേ ബന്ധുക്കൾ ഇവിടെ നിന്നൊക്കെ പറയണം. ഈ ഞാൻ ഇവിടെ ജീവിച്ചതല്ലേ, ഈ ചുറ്റുപാടുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. അതില്ലെങ്കിൽ അത് തെണ്ടിയെന്ന് വിചാരിക്കും. തെണ്ടിയായി മഴ പെയ്യുമ്പോഴൊക്കെ ഇതിനകത്ത് കിടക്കുമ്പോൾ നനയില്ലേ? ലേശം നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. വോട്ടിടാൻ പോകാറുണ്ടോ? വോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടിട്ടോ? ഇട്ടില്ല. ഇപ്പോൾ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എഴുതി വിടില്ല. ഞാൻ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ശില്പം ഒന്നും എഴുതി വിടില്ല. അന്ന് പറയില്ല. ഞാൻ തെക്കോട്ടോ വടക്കോട്ട് പോയി. ഇവർ വരുമ്പോൾ എന്നെ കാണില്ല, ഞാൻ കാണുമ്പോൾ അവരെ കാണില്ല. അങ്ങനെ മാറി. റേഷൻ കാർഡൊക്കെ ഉണ്ടോ? റേഷൻ കാർഡൊക്കെ. അതിന് അരിയൊക്കെ വയ്ക്കാറുണ്ട്. അത് എങ്ങനെ അത് പാചകം ചെയ്യുന്ന ഇവിടെ ഒന്നും സംവിധാനം ഒന്നും കണ്ടില്ലല്ലോ? ഞാൻ എൻ്റെ വീട്ടിൽ കൊടുത്ത് കഴിക്കും. ഏത് വീട്ടിൽ? ബന്ധുവിൻ്റെ വീട്ടിലോ? അവർക്ക് കൊണ്ടു കൊടുക്കും, എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. കിടക്കുന്നത് ബുദ്ധിമുട്ടാണല്ലേ അവർക്കൊക്കെ, താമസിക്കുന്നതൊക്കെ? അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ പോകില്ല. ഞാൻ ഇത് ഇവിടെ കിടന്നാൽ മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞുകൊണ്ട് അപ്പോൾ എങ്ങനെ എന്താണ് ഇങ്ങനെ ഇവിടെ വരാൻ കാരണം? കാരണം താങ്കൾ എന്തായിരുന്നു മുമ്പ് ജോലി? ഇവിടെ 5-6 വർഷമല്ലേ ആയിട്ടുള്ളൂ വന്നിട്ട്. എന്തായിരുന്നു ജോലി മുമ്പ്? ഞാൻ ഇവിടെ സ്ഥലം വിട്ട് ഞാൻ 18 വയസ്സിന് ശേഷം ഇന്ന് വരെ പണി ചെയ്ത് ജീവിച്ച ഇടപാടേ ഉള്ളൂ, അല്ലാതെ വേറെ. എവിടെ നാട് വിട്ട് എങ്ങോട്ടാണ് പോയത്? അങ്ങ് പാലക്കാട്. പാലക്കാട്ടായിരുന്നു. എത്ര കൊല്ലം? അവിടെ 10-15 കൊല്ലത്തിനകത്ത്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ അത് 18 കൊല്ലം കഴിഞ്ഞ് പോന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ ഉള്ള അവസ്ഥ എന്തായിരുന്നു? പണി ഇപ്പം ഈ കാണുമ്പോഴത്തെ പണികളൊക്കെ അപ്പോൾ പിന്നെ കുടുംബമൊന്നും വേണ്ടാന്ന് വെച്ചു. കുടുംബം വേണ്ടാന്ന് കുടുംബം സ്റ്റേയില്ലാതെ കുടുംബമായ അങ്ങനെ ഒഴിവായത്. അല്ല എനിക്ക് കല്യാണത്തിന് വന്ന് എല്ലാ സംബന്ധ കല്യാണം കഴിയണമെന്ന് ഞാൻ വടക്ക് നിന്നപ്പോൾ എല്ലാം എത്രയോ വന്ന് പറഞ്ഞു. ഞാനൊന്നും എൻ്റെ കൂടെ ഉള്ളവർ മോശം. പിന്നെ ഞാൻ വിചാരിച്ച ഒരളവിൽ അവരെ പെരുമാറ്റം ഒരളവില്ല. അങ്ങനെ ചേരാതെ ഇങ്ങനെ ഇവിടെ കഴിയാണ്. ഇവിടെ ജനിച്ചതല്ലേ, ഇവിടെ പട്ടിണി കിടന്ന് യാത്രയിരുന്നാലും കുഴപ്പമില്ല, മരിക്കോളം ജീവിക്കുന്നു, അല്ലാതെ വേറെ ഒന്നും ആഗ്രഹിക്കും. ഇഴജന്തുക്കളുടെ ഒന്നും പ്രശ്നങ്ങളില്ല ഇവിടെ? എല്ലാ ജീവിയും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒന്നും ശല്യം ചെയ്യില്ല. ഞാൻ കാട്ടിലൊക്കെ നടന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഈ കാലിൽ കൂടെ സർപ്പം ഇഴഞ്ഞു പോയി. അങ്ങനെ ഈ പഞ്ചായത്തിൽ വീടിനൊന്നും വേണ്ടി ഒരിടത്തും റേഷൻ കാർഡ് ഉണ്ടല്ലോ, അപേക്ഷിച്ചിട്ടില്ലേ? ആരും വന്നിട്ടില്ല ഇങ്ങോട്ടൊന്നും. ഞാൻ ഈ പണിയും ചെയ്തുകൊണ്ട് കിടക്കുക. ഇതിന് പോയി ഫോട്ടോ വെക്കാൻ ഇന്ന് മെനക്കേട്ട് അങ്ങനെ ഒഴിവാകണതാണ്. എന്തെങ്കിലും ചെയ്തേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് കാര്യം. എത്ര വോട്ട് എന്നാ വോട്ട് ചെയ്തത് അവസാനമായിട്ട് എന്നാ വോട്ട് ചെയ്തത്? അവസാനം ഞാൻ അങ്ങേപ്പുറത്ത് താമസിച്ചപ്പോൾ. എത്ര വർഷം മുമ്പ്? 5-8 കൊല്ലം 5-6 കൊല്ലം മുമ്പ് അപ്പുറം വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്തിട്ടുണ്ട്. ഏത് പാർട്ടിയോടെ ഇഷ്ടം? പാർട്ടി
അതൊക്കെ എനിക്ക് തോന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ല എനിക്ക് തോന്നുന്ന. അല്ല എങ്കിലും നമുക്ക് അരിവാൾ, കൈപ്പത്തി, താമര അതൊക്കെ ആളിൻ്റെ യോഗ്യത അനുസരിച്ചിട്ട് ഞാൻ ചെയ്യും. ആളിൻ്റെ യോഗ്യത അനുസരിച്ച് വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും. അല്ലാതെ ഞാൻ വേറെ എന്തില്ല. ഞാൻ വേറെ എൻ്റെ പാർട്ടിയാണ് മറ്റേ പാർട്ടിയാണെന്നും പറഞ്ഞിട്ട് ഞാൻ പ്രവർത്തിക്കാനൊന്നും പോകില്ല. അങ്ങനെയാണ് കാര്യം. ഞാൻ എൻ്റെ പണി നോക്കി കഴിഞ്ഞു കൂടുകയാണ്. ഇടപാടാണ്. പിന്നെ എത്ര ദിവസം ജീവിക്കണം അത്രയും ദിവസം ജീവിച്ചാൽ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞു കൂടുകയാണ്. അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഇല്ല. ഉള്ള കാലം ഇനി ഇങ്ങനെ ജീവിച്ചു പോകണം. പിന്നെ അല്ലാതെ വേറെ എന്താ? സർവ്വ ജീവിക്കുന്നത് ജീവിക്കുന്ന കാലം വരെ ജീവിച്ചു പോയേ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ. ഇനിയിപ്പോൾ ഒരു വോട്ടിടാൻ വേണ്ടി ഒരു അവസരം കിട്ടിയാൽ അത് പാർട്ടിക്ക് വോട്ട് ചെയ്യും. അതൊക്കെ തോന്നുന്നു. ആളിൻ്റെ ഞാൻ എനിക്കും കോൺഗ്രസ്സുകാരൻ്റെ അല്ല കോൺഗ്രസ്സുകാരനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട. അത് മാവൻ്റെ കാലത്ത് പണ്ട് കാലത്തെ EMS നായനാർ കരുണാകരനെ കൊണ്ടുവരുന്നത് ഓരോ കാലയളവിൽ ഞാൻ പ്രവർത്തിക്കാനൊന്നും പോകില്ല. എങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ആരാണ്? ഏത് പാർട്ടിയിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് നേതാവല്ല. ഞാൻ ഒറ്റ ഇതുപോലെ നമ്മൾ കണക്റ്റായാലും ഞാൻ കണക്റ്റാവില്ല. അതാണ് കാര്യം. ഞാൻ എൻ്റെ വഴിയിലേക്ക് പോകും. ഇവരിങ്ങനെ വരെയും ചെയ്യും. കണ്ടാൽ നമുക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാർട്ടിയില്ല. ആര് വന്നിരുന്നാലും നമ്മൾ ഇളയത് മൂത്തത് പോലെ എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെ വേറെ എന്ത് ചെയ്യാന്? സ്നേഹമാണെങ്കിൽ സ്നേഹം, ശത്രുവെന്ന് ശത്രു. അല്ലാതെ ബാക്കി ഈ ഐറ്റം കാസ്റ്റും മറ്റതും മറിച്ചതൊക്കെ പറയുന്നത് വെറുതെ ഇളയത് മൂത്തതാണ് സങ്കല്പം. അല്ലാതെ വേറെ ഒന്നുമില്ല. എന്താണ് ഇനി ഒരു ആഗ്രഹമുള്ളത്? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം കാണുമല്ലോ? ബാക്കി ആഗ്രഹം വരുന്നത് പോലെ കാണാനുള്ള ദുരാഗ്രഹം ഒന്നുമില്ല. ജീവിക്കുന്ന കാലം വരെ എന്തെങ്കിലും ചെയ്താൽ ജീവിക്കാൻ പറ്റും. ഇതൊക്കെ പണിയായതാണല്ലേ മൺവെട്ടി? അതെ, മൺവെട്ടിക്ക്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ എങ്ങനെ അലക്കി ഇവിടെ തന്നെ വയ്ക്കും? ഡ്രസ്സെല്ലാം ഇവിടെ തന്നെയാണ് വയ്ക്കുന്നത്? ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. കാരണം എങ്ങനെ ഒരാൾ ഇത്രയും പരിമിതമായ ഒരു സ്ഥലത്ത് കിടക്കുന്നു എന്നുള്ളത് അതൊരു അത്ഭുതം തോന്നിയത് കൊണ്ടാണ് അത് ഒന്ന് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. അത് വേറെ ഒന്നുമില്ല. കാണിക്കണത് എനിക്ക് നിർബന്ധമല്ല കാണിക്കണമെന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ കാണണമെന്ന് താല്പര്യമുള്ളവർ കാണട്ടെ. അല്ലാത്തവർ കണ്ണടച്ചോട്ടത്ത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ആരോടും പരാതിയില്ല, പരിഭവമില്ല. ഇവിടെ ആരെന്ത് ചെയ്യാനും അവനെൻ്റെ ജോലി നോക്കണ കാര്യമില്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇത് പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവണമെന്നുണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. എനിക്ക് ഒരറിവായിരിക്കും, നിങ്ങൾക്കൊരു അങ്ങേർക്കൊരു അറിവായിരിക്കും. ഈ അറിവ് വ്യത്യാസങ്ങളാണ് ഇവിടെ കിടന്ന് കടിക്കാൻ. എനിക്ക് അതിനൊന്നും സമയം വരില്ല. കടികളും കൂടെ ഒന്നുമില്ല. കടിക്കാനും പിടിക്കാനും ഒന്നുമില്ല. അവനെൻ്റെ ജോലി നോക്കണ കേസ് വിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ കാണണുള്ളൂ. അല്ലാതെ വേറെ യാതൊന്നുമില്ല. ഇല്ല. മദ്യപിക്കാറുണ്ടോ? മദ്യപിക്കാറുണ്ടോ? ഞാനെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം നിർത്തി. ചെറുപ്പത്തിലേ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇവിടെ കിടക്കുമ്പോഴും. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്ഥലം വിട്ടപ്പോഴും വല്ലപ്പോഴുമൊക്കെ ഞാൻ വാങ്ങിച്ച് എൻ്റെ ആവശ്യത്തിനൊക്കെ ഞാൻ കഴിക്കും. അല്ലാതെ വേറെ കഴിച്ചുകൊണ്ട് അവിടെയും ഇവിടെയും ചാടിയും ഓടിയും നടന്നതൊന്നുമില്ല. ഓടിച്ചുകൊണ്ട് എവിടെയെങ്കിലും കിടന്നോളൂ. നമ്മൾ അവിടെ കിടന്ന അവിടെയും ഇത് തന്നെയാണ്, ഇവിടെയും ഇതാണ്. കുടിച്ചാൽ കിടക്കും. വേറെ ഒന്നും വേറെ ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല കുടിക്കുന്ന കാര്യത്തിൽ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്നാണ് കവി പാടിയിട്ടുള്ളത്. എന്നാൽ മണ്ണിലിടമുണ്ട് എന്നാണ് മണിയപ്പൂപ്പൻ പറയുന്നത്. ഈ ഒരു പരിമിതമായ സൗകര്യത്തിലാണ് 6-7 വർഷങ്ങളായി ഈ അപ്പൂപ്പൻ ഇവിടെ ജീവിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ആരോടും പരാതിയില്ല, പരിഭവമില്ല, എല്ലാവരോടും സ്നേഹം മാത്രം, ആഗ്രഹങ്ങളില്ല. എങ്ങനെയെങ്കിലും ഇനിയുള്ള കാലം ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. ആരോടും പരിഭവമില്ല. അങ്ങനെ ഒരു മനുഷ്യൻ. ഈ മനുഷ്യനൊക്കെ നമുക്കൊക്കെ ഒരു പാഠമാണ്. ക്യാമറമാൻ ജെയിൻ സ്റ്റീവൻസിനൊപ്പം സുമേഷ് മാർക്കോപോളോ, DNA ന്യൂസ്.